സങ്കീർത്തനം 92 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അത്യുന്നതനായ കർത്താവേ, അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കുന്നതും അങ്ങയുടെ നാമത്തിന് സ്തുതികൾ ആലപിക്കുന്നതും എത്ര ശ്രേഷ്ഠം. ദശതന്ത്രി നാദത്തോടുകൂടെയും കിന്നരവും വീണയും മീട്ടിയും പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യയെയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തതയെയും പ്രഘോഷിക്കുന്നത് എത്ര ഉചിതം. കർത്താവേ, അങ്ങയുടെ പ്രവൃത്തികൾ എന്നെ സന്തോഷിപ്പിച്ചു. അങ്ങയുടെ അത്ഭുത പ്രവൃത്തി കണ്ട് ഞാൻ ആനന്ദഗീതം ആലപിക്കുന്നു. കർത്താവേ, അങ്ങയുടെ പ്രവൃത്തികൾ എത്ര മഹനീയം. അങ്ങയുടെ ചിന്തകൾ എത്ര അഗാധം. ബുദ്ധിഹീനന് ഇത് അജ്ഞാതമാണ്, ഭോഷന് ഇത് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. ദുഷ്ടർ പുല്ലുപോലെ മുളച്ചു പൊങ്ങുന്നു, തിന്മ ചെയ്യുന്നവർ തഴച്ചു വളരുന്നു, എങ്കിലും അവർ എന്നേക്കുമായി നശിക്കപ്പെടുന്നു. കർത്താവേ, അങ്ങ് എന്നേക്കും ഉന്നതനാണ്. കർത്താവേ, അങ്ങയുടെ ശത്രുക്കൾ നശിക്കും, ദുഷ്കർമ്മികൾ ചിതറിക്കപ്പെടും. എന്നാൽ അവിടുന്ന് എൻ്റെ കൊമ്പ് കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തി. അവിടുന്ന് എൻ്റെ മേൽ പുതിയ തൈലം ഒഴിച്ചു. എൻ്റെ ശത്രുക്കളുടെ പതനം എൻ്റെ കണ്ണു കണ്ടു. എന്നെ ആക്രമിക്കുന്ന ദുഷ്ടരുടെ ദുരന്തം എൻ്റെ ചെവിയിൽ കേട്ടു. നീതിമാന്മാർ പന പോലെ തഴച്ചു വളരും, ലെബനോനിലെ ദേവദാരു പോലെ വളരും. അവരെ കർത്താവിൻ്റെ ഭവനത്തിൽ നട്ടിരിക്കുന്നു. അവർ നമ്മുടെ ദൈവത്തിൻ്റെ അങ്കണത്തിൽ തഴച്ചു വളരുന്നു. വാർദ്ധക്യത്തിലും അവർ ഫലം പുറപ്പെടുവിക്കും. അവർ എന്നും ഇലചൂടി പുഷ്ടിയോടെ നിൽക്കും. കർത്താവ് നീതിമാനാണെന്ന് അവർ പ്രഘോഷിക്കുന്നു. അവിടുന്നാണ് എൻ്റെ അഭയശില. അനീതി അവിടുത്തെ തീണ്ടുകയില്ല. കാരുണ്യവാനായ ദൈവമേ, അങ്ങൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നുവെന്നും എൻ്റെ സഹനങ്ങൾക്ക് പ്രതിഫലം നൽകിയിരിക്കുന്നുവെന്നും നിൻ്റെ ഓരോ സഹനത്തിനും കർത്താവ് കണക്ക് തീർത്ത് നന്മ തരുമെന്നും നിന്നെ ദ്രോഹിച്ച ദുഷ്ടർക്ക് കണക്ക് തീർത്ത് അവിടുന്ന് ശിക്ഷ നൽകുമെന്നും നിൻ്റെ കണ്ണുകൾ കൊണ്ട് തന്നെ കാണുമെന്നും അങ്ങ് നമ്മളോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. നിൻ്റെ സഹനത്തിൻ്റെയും നിൻ്റെ വിശ്വസ്തതയുടെയും ദൈവത്തോടുള്ള നിൻ്റെ സ്നേഹത്തോടും പതറാത്ത വിശ്വാസത്തോടും മടയുറച്ച ആ വിശ്വസ്തതയെ നീ പ്രഘോഷിച്ചതിന് കർത്താവ് നിനക്ക് പ്രതിഫലം തന്നിരിക്കുന്നു. കാരുണ്യവാനായ ഈശോയെ, അന്ന് ഞങ്ങൾക്ക് സഹിക്കുവാനുള്ള ശക്തി തന്നതിനും ഇന്ന് ഞങ്ങൾക്ക് അനുഗ്രഹം തന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു.